തെരഞ്ഞെടുപ്പിൽ ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ലെന്ന മുഹമ്മദ് ഷിയാസിന്റെ പരാമർശത്തിൽ വിവാദം. മുഹമ്മദ് ഷിയാസിന്റേത് ജനാധിപത്യ വിരുദ്ധ ഭാഷയെന്ന് LDF സ്ഥാനാർത്ഥി KJ മാക്സി റിപ്പോർട്ടറിനോട് പറഞ്ഞു. മാന്യതയില്ലാത്ത ഭാഷാ പ്രയോഗമാണ് ഷിയാസ് നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ എല്ലാ മത സാമൂഹിക വിഭാഗങ്ങളുടെയും പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മാക്സി പറഞ്ഞു. അദ്ദേഹം ഒരു ജില്ലയിലെ കോൺഗ്രസിലെ ലീഡറല്ലേ, ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഒരാളല്ലേ. അദ്ദേഹം ആ ഒരു മര്യാദ കാണിക്കട്ടെ. മറ്റേ ആര് കാണിക്കണം? ഈ തെരുവ് ഗുണ്ടകൾ പറയുന്നത് പോലത്തെ സംസാരം മാത്രമേ എനിക്ക് തോന്നിയത്. ഇവരുടെ പാർട്ടിയിൽ തന്നെ ദീപ്തി മേരി വർഗീസിന്റെ പ്രസ്ഥാനമുണ്ട്, സ്ത്രീ വിരുദ്ധ പരാമർശത്തിനകത്തുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ പലരും പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഒരിക്കലും പറയാൻ പറ്റാത്ത ചില പരാമർശങ്ങൾ പറഞ്ഞു. നമ്മളൊക്കെ ഞാനിപ്പോ ഇന്നലെ 7 വർഷം കൊണ്ട ഒരാളൊന്നല്ല, ഞാൻ ശ്രദ്ധയുടെ കാലം മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു അറിയാൻ പറ്റുമല്ല. എനിക്ക് ഇവരോടൊക്കെ നല്ല ബന്ധമുണ്ട്. ഞാൻ MLA ആയപ്പോൾ ഇവരോടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധമാണ്. അത് ഇവരോട് മാത്രമല്ല, പള്ളിയോട് മാത്രമല്ല, മറ്റു സമുദായങ്ങളോട്, മുസ്ലിം സമുദായങ്ങളോടുള്ള ആൾക്കാരോടൊക്കെ ബന്ധമുണ്ട്. കലോത്തി പള്ളിയിൽ നമുക്ക് എനിക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ല പ്രവർത്തനം നടന്നു. അച്ഛന്മാർ അതുപോലും പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റ് അമ്പലങ്ങളുമായിട്ടും എല്ലാവരോടൊക്കെ ബന്ധമുള്ളതാണ്. പറയില്ല, ഒരിക്കലും പറയില്ല. പിന്നെ വ്യക്തിപരമായിട്ട് ഒരു അച്ഛന്മാർ എനിക്ക് അടുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കൊച്ചി പിടിക്കാൻ വർഗീയ കാർഡിറക്കാൻ ആർക്കും കഴിയില്ലെന്ന് KV തോമസ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഒരു ദുഷ്പ്രചരണങ്ങളും ഏൽക്കില്ലെന്നും മുഹമ്മദ് ഷിയാസിന്റെ വിവാദ പരാമർശത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നും KV തോമസ് വ്യക്തമാക്കി. പുറത്തുവന്നത് ഷിയാസിന്റെ ശബ്ദ സന്ദേശം തന്നെയാണോ എന്ന് അറിയില്ലെന്ന് ദീപ്തി മേരി വർഗീസും പ്രതികരിച്ചു. കൊച്ചിക്കൊരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. കമ്മ്യൂണൽ ചിന്താഗതിയുള്ള പ്രദേശമല്ല കേരളം, ഒട്ടുമില്ലാത്ത പ്രദേശമാണ് കൊച്ചി. ലത്തീൻ മണ്ഡലം, മുസ്ലിം മണ്ഡലം, ഈഴോ മണ്ഡലം എന്നൊക്കെ പറയുന്നത് നമ്മളുണ്ടാക്കുന്നതല്ലേ. മണ്ഡലം ജനങ്ങളുടേതാണ്. KJ മാക്സി നല്ല അഭിപ്രായമായിരിക്കുന്നത്, നല്ലൊരു ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് അദ്ദേഹം കൊച്ചിയിൽ നടത്തിയ നേട്ടങ്ങൾ, അതുപോലെ അവിടെ ആ നിയോജകമണ്ഡലത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു. രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല. ഒരു നല്ല പ്രവർത്തകനാണ് മാക്സി. ജനങ്ങളാണെന്നൊക്കെ മറുപടി ജനങ്ങൾ പറയും. എൻ്റെ അടുത്ത സുഹൃത്താണ് ഡൊമിനിക് പ്രസൻറ്റേഷൻ. അവരൊക്കെ നല്ല രാഷ്ട്രീയ പ്രവർത്തകരാണ്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞു അതിന് ജനം മറുപടി പറയും, ഞാനല്ല മറുപടി പറയുന്നത്. ഷിയാസിന്റെ ജയത്തെ സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ ചില നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് ഒരു ഓഡിയോയും വെളി വന്നിട്ടുണ്ട്. ചില ഓഡിയോ വെളി വരുന്നു. പിന്നെ അവിടെ രാഹുൽ ഗാന്ധി അതൊക്കെ ശരിക്കുള്ള ഓഡിയോ ആണോ എനിക്കറിയില്ല. സജോ ദേവസ്യയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം മോശമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിലിപ്പോൾ എങ്ങനെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നത്? അതായത് ഈ വിവാദത്തിന്റെ എല്ലാം ആധാരം ഷിയാസിന്റെ ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ പറയുന്നത് തന്റെ എതിർ സ്ഥാനാർത്ഥി ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല, താൻ അയാളെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കും എന്നൊക്കെയുള്ളൊരു പരാമർശമാണ്. അതുകൂടാതെ ചില വൈദികർ, അതായത് ലത്തീൻ സഭയിലെ ചില വൈദികർ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു, പക്ഷെ അതൊന്നും വിലപ്പോകില്ല എന്ന മട്ടിലൊക്കെയുള്ള പ്രതികരണമാണ്. അതിൽ പക്ഷേ ഈ ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല എന്ന പരാമർശമാണ് വിവാദമായത്. അത് സ്ത്രീവിരുദ്ധമായ പരാമർശമാണെന്നുള്ള വിമർശനം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്തു വരികയും ചെയ്തു. അതിലാണ് കൊച്ചിയിലെ LDF സ്ഥാനാർത്ഥി KJ മാക്സി പ്രതികരിക്കുന്നത്. അതായത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മാന്യതയ്ക്ക് ചേർന്ന പ്രതികരണമല്ല ഷിയാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. 2 തവണ, അതായത് ഷിയാസിനോട് മത്സരിക്കുന്നതിന് മുൻപ് 2 തവണ മുൻ മന്ത്രി കൂടിയായ ഡൊമിനിക് പ്രസന്റേഷൻ, കൊച്ചി കോർപ്പറേഷൻ മുൻ മേയർ ടോണി ചെമ്മണി എന്നിവരോടാണ് ഏറ്റുമുട്ടിയത്. അപ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനും അപ്പുറത്തേക്കും ആ പരാമർശത്തിൽ സ്ത്രീവിരുദ്ധതയുണ്ടെന്ന് കോൺഗ്രസ് ക്യാമ്പിലെ ആളുകൾ തന്നെ പറഞ്ഞല്ലോ. താൻ ഒരിക്കലും മാന്യത വിട്ടുള്ള മത്സരത്തിന് നിന്നിട്ടില്ല. അവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ആർജിച്ച് മാന്യതയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. ഷിയാസ് ഒരു DCCയുടെ അധ്യക്ഷൻ കൂടി ആയ ഒരു കോൺഗ്രസ് നേതാവാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് പറയാൻ കൊള്ളാവുന്ന ഭാഷയാണോ എന്ന് അദ്ദേഹം വിമർശിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധ ഭാഷയാണെന്നും KJ മാക്സി വിമർശിക്കുകയാണ്. അതായത് KJ മാക്സിക്കെതിരായാണ് ഈ പരാമർശം മുഹമ്മദ് ഷിയാസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടെ ലത്തീൻ ഭൂരിപക്ഷ മണ്ഡലമാണ് എന്ന പ്രചാരണമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ചില കാര്യങ്ങൾ ഉണ്ടല്ലോ, സാമുദായിക സമവാക്യങ്ങളുടെ പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് KJ മാക്സി പറയുന്നത്, എല്ലാ ജാതി മത സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പിന്തുണ തനിക്കുണ്ട്. അതേസമയം സഭയിൽ നിന്ന് ചിലരുമായി വ്യക്തിപരമായ അടുപ്പമുണ്ട്. എല്ലാവർക്കും അത്തരം അടുപ്പം ഉണ്ടാകുമല്ലോ, അതുപോലെ ചിലരുമായിട്ടുള്ള അടുപ്പമുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും വിഭാഗത്തിന്റെ സവിശേഷമായ പിന്തുണ എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പിന്തുണ ആർജിക്കാനാണ് ശ്രമിച്ചത്. ഏതെങ്കിലും സഭ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായി പറയും എന്ന് താൻ കരുതുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് അതൊരു വിഷയമേയല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ജനം മറുപടി നൽകും. ഒരു പരാജയ ഭീതി കൊണ്ടായിരിക്കാം ആ ഘട്ടത്തിൽ, അതായത് പരാമർശം നടത്തിയ വേളയിൽ അങ്ങനെ പറഞ്ഞത് തുടങ്ങിയ വിമർശനങ്ങളും മറുപടികളുമാണ് അതിൽ അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു പരാമർശം നടത്തുക, അതായത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളേ ഉള്ളൂ,
അതിൽ സ്ത്രീ പുരുഷ ഭേദം യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതില്ല എന്ന് നമുക്കറിയാം. സ്ഥാനാർത്ഥികളെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ മികവനുസരിച്ച് തിരഞ്ഞെടുക്കുക എന്നതിനപ്പുറം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അപക്വമാണെന്ന അഭിപ്രായം കോൺഗ്രസിലെ ഒരു വിഭാഗത്ത് തന്നെയുണ്ട്. അതിനിടെയാണ് ഈ കാര്യത്തിൽ നേതാക്കളെല്ലാം പ്രതികരിക്കുന്നത്. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.